എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. നമുക്ക് അടയില്ലെങ്കിലും അതിന് പകരം നമുക്കൊരു ചെരി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പായസം തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ ഓണത്തിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പായസം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പായസം കുക്കറിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലും എക്സ്ട്രാ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6-7 ഏലക്ക ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഏലക്കയുടെ പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് കുക്കർ വിസിലിട്ടിട്ട് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ലോ ഫ്ലെയിമിൽ കറക്റ്റ് 1 മണിക്കൂർ നമുക്ക് ഈ പാല് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്. വെച്ചിട്ടുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് തിളച്ച് വിസിലൊക്കെ വന്ന് ആകെ പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ 1 മണിക്കൂറിനിടയിൽ ഇൻ കേസ് എങ്ങാനും വിസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് കുക്കർ തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ കളർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ നല്ല കറക്റ്റ് പിങ്ക് കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പാല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഇതിൽ ഏകദേശം വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയി. അപ്പോൾ അതാ നമ്മുടെ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയിൽ എത്ര ഇതിൻ്റെ കളർ കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടയല്ലല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് അവൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളറിലുള്ള അവലുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതവിടെ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്കൊരു 3/4 കപ്പ് സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാല് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അവൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയുടെ ഒക്കെ ഇത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള പായസമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വല്ലാതെ അങ്ങോട്ട് തിക്കാക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇതിനകത്തിട്ട് വറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഓഫ് ചെയ്ത് വെക്കുകയാണ്. കാരണം അത് ഇരിക്കും തോറും കുറച്ചും കൂടി കുറുകിയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
പാകത്തിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ലൂസിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് പായസം റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ല, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്തവണ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്